ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ വചനം പ്രഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ പകലിലെ സന്ദേശത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നാം ക്രിസ്തുവിൽ ആണോ എന്നുള്ളതാണ്. ആർ വി ഇൻ ക്രൈസ്റ്റ്? നമുക്കൊരു വാക്യം വായിക്കാം. എഫെസ്യരുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 3 and 4. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിൽ 3 മുതൽ 14 വരെ ഒരേ വാക്യമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ നീണ്ടുപോകുന്ന വാക്യം. എന്നാൽ മറ്റ് ട്രാൻസ്ലേഷനുകളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് ചെറിയ വാക്യങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ നാം ഇവിടെ വായിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. അതിപ്പോൾ നടന്ന കാര്യമല്ല, ഓൾറെഡി മുമ്പ് തന്നെ കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ നമ്മളോട് പറയുന്നു, നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം. അപ്പം 2 കാര്യം ഇവിടെ നടന്നതായിട്ടാണ് വചനം നമ്മോട് പറയുന്നത്. God has already chosen us and God has already blessed us. ഇത് ഇന്നും ഇന്നലെയോ എങ്ങനെ നടന്ന കാര്യമല്ല. ഇത് പണ്ട് തൊട്ടേ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ് നടപ്പാക്കുവാൻ ദൈവം ആഗ്രഹിച്ചതായ പ്ലാൻ, പദ്ധതി അനുസരിച്ച് God has already done it before, much before. അതിനെക്കുറിച്ച് പറയുന്നത്, it was before the foundation of the world. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ, ലോകം പോലും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ്, സ്തോത്രം, പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ ദൈവം ഉണ്ടാക്കിയ പദ്ധതി അനുസരിച്ച്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും ഇന്ന് ദൈവമക്കളായിരിക്കുന്നു, ഞാനും നിങ്ങളും ഇന്ന് ആരാധിക്കുന്നു, ഞാനും നിങ്ങളും ഇന്ന് സ്നാനപ്പെട്ടു, ഞാനും നിങ്ങളും ഇന്ന് നിത്യതയ്ക്കായി നാം ഒരുങ്ങുന്നു, നാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു, നമ്മുടെ ആവശ്യങ്ങൾ നടത്തി ദൈവം തരുന്നു. ഇതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും നമ്മെക്കുറിച്ചുള്ള പദ്ധതി ദൈവം തയ്യാറാക്കിയത് ഇന്നോ ഇന്നലെയോ അല്ല, മനുഷ്യനുണ്ടായതിനു ശേഷവുമല്ല. ദൈവം എഴുതിയിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ. ഹല്ലേലൂയ. യെശയ്യാ 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പൊ ആരാ ദൈവം? ദൈവത്തെക്കുറിച്ച് നമുക്കെന്നും കാര്യമായിട്ടുള്ള അറിവും ഒന്നും നമ്മൾ നേടിയിട്ട്, നമ്മൾ എത്ര പഠിച്ചാലും, നമ്മുടെ ജീവിത അവസാനത്തെ ശ്വാസം വരെ പഠിച്ചു തീരാൻ കഴിയാത്ത ഒരു സബ്ജക്റ്റാണ് ദൈവം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനം. നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ പിന്നെ ദൈവം നമ്മോട് പുതിയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം ആരാണ്? ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസിയാണ്, പരിശുദ്ധനായി വസിക്കുന്നവൻ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവൻ. എന്നിട്ട് പറയുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു. ആമേൻ. നമ്മുടെ കൂടെ ദൈവം വസിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്നു, നമ്മോട് കൂട്ടായ്മ ആചരിക്കുന്നു, നമ്മോട് സംസാരിക്കുന്നു, നമ്മോട് കരുണ കാണിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു, നമ്മുടെ ദയ കാണിക്കുന്നു, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുന്നു, വിടുതലുകൾ തരുന്നു, സമാധാനം തരുന്നു, സന്തോഷം തരുന്നു. ഇതൊക്കെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയാ. പക്ഷേ ഇതിൻ്റെ ഉറവിടം എവിടെയാ? ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാ? ഇതിൻ്റെ ഒറിജിൻ എവിടെയാ എന്ന് നോക്കുമ്പോഴാണ് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ കാര്യമല്ലിത്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ദൈവം ഇന്നലെ ആഗ്രഹിച്ച കാര്യമല്ല. ഇതൊരു ആഫ്റ്റർ തോട്ട് അല്ല.
എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച ദൈവം കാര്യമല്ല. ലോകമുണ്ടാക്കി, ലോകത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞ് മനുഷ്യൻ പാപം ചെയ്ത ശേഷം എന്നാൽ പിന്നെ ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് കളയാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് വിടുവിക്കണമല്ലോ, രക്ഷിക്കണമല്ലോ, ഉണ്ടാക്കിയ മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ദൈവം കാട്ടിക്കൂട്ടിയ, പെട്ടെന്ന് ഉണ്ടാക്കിയ, പെട്ടെന്ന് മനോമുകുരത്തിൽ തെളിഞ്ഞു വന്ന ചില ആലോചനകളും ചില വെളിപ്പെടുത്തലുകളും ഒന്നുമല്ലിത്. ആമേൻ. ദൈവത്തെക്കുറിച്ച് മനസ്സിലാകാത്തത് കൊണ്ടാണ്, ദൈവത്തെക്കുറിച്ച് നാം ഗ്രഹിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെയുള്ളതായ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെയും എന്നെയും കുറിച്ച് ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ തിരുഹൃദയത്തിലുണ്ടായ ആ ദൈവിക പദ്ധതി, ആ ദൈവിക ഉദ്ദേശം, ആ ദൈവിക സമയം, ദൈവത്തിൻ്റെ പ്ലാന്, ദൈവത്തിൻ്റെ ഉദ്ദേശമനുസരിച്ച്, ദൈവത്തിൻ്റെ സമയമനുസരിച്ച് ദൈവം നടപ്പിലാക്കും. നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്ലാനും പദ്ധതിയുമല്ല ദൈവത്തിൻ്റെത്. 55-ാം അധ്യായത്തിൽ യെശയ്യാവിൽ തന്നെ വായിക്കുന്നുണ്ടല്ലോ. ആമേൻ. നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആമേൻ. വെറും മനുഷ്യരായ നാം, സാധാരണ മനുഷ്യരായ നാം, നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ നിന്നുകൊണ്ട്, നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും എന്ന് ചോദിക്കുന്ന ദൈവം. ഭൂമിയുടെ വെള്ളങ്ങളെല്ലാം പഞ്ചസാര മട കൊണ്ട് അതിരിട്ട് കുന്നുകളെ തുലാസിലും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും തൂക്കി നോക്കുന്നവൻ, ഭൂമിയിലെ മണലെല്ലാം പൊടിയെല്ലാം ഒരു നാഴിയിൽ കൊള്ളിക്കുന്നവൻ. ആമേൻ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ നമ്മുടെ പരിമിതമായ, വിതൗട്ട് ലിമിറ്റഡ് റിസോഴ്സസ്, it is unable to recognize and unable to, amen, understand God. നോക്കണമേ, ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹം ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവം. ഈ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മെ ആരിൽ തിരഞ്ഞെടുത്തു? ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. സോ ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞു. This speaks of the eternal purpose of God. ഇത് ദൈവത്തിൻ്റെ നിത്യതയുടെ ആ പദ്ധതിയെയാണ് വെളിവാക്കുന്നത്. ഇവിടെ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ആരെയാണ് അനുഗ്രഹിച്ചത്? ഈ ലോകം മുഴുവനുള്ള ആളുകളെയാണോ? ചില പ്രത്യേക കമ്മ്യൂണിറ്റീസിനെ മാത്രമാണോ? ഇസ്രായേൽ മക്കളെ മാത്രമാണോ? മറ്റ് ജാതികളെ കൂടെയാണോ? ചില രാജ്യങ്ങളെ മാത്രമാണോ? നാം വസിക്കുന്ന നമ്മുടെ ഈ ഭൂമിയെ മാത്രമാണോ? ഹല്ലേലൂയ. Who are the recipients of the privileges of God? Who are the recipients of the blessings of God? ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പാത്രീഭൂതരാകുന്ന ജനം ആര്? ഹല്ലേലൂയ. ഈ അധ്യായത്തിൽ തന്നെ താഴോട്ട് ചില കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ആമേൻ. എഫെസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ ആരാണ് ഇതിന്റെ പാത്രീഭൂതരായവർ? ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ യോഗ്യരായ ഉള്ളവരാരാണ്? ഈ അനുഗ്രഹങ്ങൾ ആർക്കു വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്നു? ആർക്കു വേണ്ടിയാണ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നാം ട്രെയിനിലും പ്ലെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ മുന്നമേ ബുക്ക് സീറ്റ് റിസർവ് ചെയ്യുന്നത് പോലെ ചില പ്രത്യേക സീറ്റുകൾ നാം ചില മീറ്റിങ്ങുകളിൽ ചില
പരിപാടികൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഇത് ആർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്? ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നു, സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. പിന്നീട് കാണുന്നു 7-ാം വാക്യത്തിൽ അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് കാണുന്നു, ഒരു മുൻ നിയമനത്തെ കുറിച്ച് കാണുന്നു. ആമേൻ. പിന്നെയും നമ്മളവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മെ തൻ്റെ മക്കളാക്കി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളോടെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പുണ്ട്, പാപങ്ങളുടെ മോചനം, അതിക്രമങ്ങളുടെ മോചനമുണ്ട്, അവകാശം, നിത്യതയിലെ അവകാശം നമുക്ക് തന്നിരിക്കുന്നു. ക്രിസ്തുവിനുള്ള കൂട്ടവകാശം തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. വി ഹാവ് ബീൻ സീൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്. 13-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. So who are these special people? Who are these group of people who are qualified to be sealed by the promise Holy Spirit? Amen. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ഈ കൂട്ടരാര്? ഹല്ലേലൂയ. ഈ ബ്ലെസ്സിങ്സ് എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് ദൈവം അയച്ചിരിക്കുന്നത്? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ജെന്യുവൻ ക്രിസ്ത്യൻസ് ആയ യഥാർത്ഥമായി വീണ്ടെടുക്കപ്പെട്ടവരായ ദൈവമക്കളാകുന്നവർക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണിത്. സ്തോത്രം. ആരാണ് ദൈവമക്കൾ? കർത്താവിനെ ആരാധിച്ചു എന്നുകൊണ്ട് മാത്രം ദൈവമക്കളാകത്തില്ല. സ്നാനപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ദൈവമക്കളാകത്തില്ല. ഒരിക്കൽ കർത്താവിനെ അംഗീകരിച്ചു എന്നതുകൊണ്ട് മാത്രമാകത്തില്ല. ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. 1-2 വാക്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഫിലിപ്പ് ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് ആരാണ് ദൈവമക്കൾ. ഫിലിപ്പ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 2-ാം വാക്യം ഞാൻ വായിക്കാം. ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, നാമല്ലോ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞിട്ട് 3-ാം വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. ഹല്ലേലൂയ. ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് എന്താ പറഞ്ഞത്? ഇവിടെയുമല്ല അവിടെയുമല്ല ആരാധിക്കുന്നത്. അവൾ പറഞ്ഞു, ആ മലയിൽ ഞങ്ങൾ പിതാക്കന്മാർ ആരാധിച്ചു വന്നു. കർത്താവ് പറഞ്ഞു, ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നവർ, സത്യദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. അങ്ങനെ ആരാധിക്കുവാൻ പോകുന്ന ഒരു കാലം വരുന്നു, ആ നാഴിക വന്നുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. The one who is worshipping the Lord is worshipping in truth and spirit. ഇവിടെ പൗലോസ് പറയുന്നു ഫിലിപ്പിയർ 3:3 ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. ആമേൻ. That is one quality of these children of God. The second quality പറയുന്നത് ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവർ. പൗലോസ് പറയുന്നു എനിക്ക് പ്രശംസിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. പിന്നീട് പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പ്രശംസിക്കാണെങ്കിൽ എനിക്ക് ബലഹീനതയെ ഞാൻ പ്രശംസിക്കുന്നു. പൗലോസിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നു, അത് മാറാനായിട്ട് പ്രാർത്ഥിച്ചു. 3 തവണ പ്രാർത്ഥിച്ചു, കർത്താവ് മാറ്റിക്കൊടുത്തില്ല. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, പറഞ്ഞ് അവസാനിപ്പിക്കും. കർത്താവ് പറഞ്ഞു, മക്കളെ എൻ്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. പൗലോസ് പറയുന്നു, മതി കർത്താവേ, ദാറ്റ് ഈസ് ഇനഫ്, ദാറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യന്റ് ഫോർ മീ.
പൗലൂസ് ഇങ്ങനെയാ പറയുന്നത് 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞിട്ട് പൗലൂസ് പറയുന്നു, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. I am boasting in my infirmities. Why should I boast in my infirmities? Because when I boast in my infirmities, I am able to receive the strength of Jesus Christ through the grace He providing me. Hallelujah. ദൈവം എനിക്ക് പകർന്നു തരുന്ന കൃപയിലൂടെ ദൈവത്തിന്റെ ശക്തി എന്നിലേക്ക് വ്യാപരിക്കുന്നു. ആ ശക്തി എൻ്റെ ബലഹീനതകളിൽ എന്നെ ശക്തീകരിക്കുന്നു, എന്നെ ബലപ്പെടുത്തുന്നു. ഞാൻ ശക്തിയുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, കോൺട്രഡിക്ടറി ആയുള്ള കാര്യങ്ങൾ പറഞ്ഞത്, ബലഹീനനായിരിക്കുമ്പോഴും ഞാൻ ശക്തനാകുന്നു. വൈ? ബിക്കോസ് ഗാഡ്സ് ഗ്രേസ് ഇസ് എംപവറിംഗ് മീ, സ്ട്രെങ്തനിങ് മീ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ ബലഹീനതയിൽ നിങ്ങൾ ബോസ്റ്റ് ചെയ്യുന്നവരാണോ, പ്രശംസിക്കുന്നവരാണോ? കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നിങ്ങൾ പ്രശംസിക്കുന്നവരാണോ? അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവർ. രണ്ടാമത്തെ കാര്യം, ജഡത്തിൽ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവർ. ആമേൻ. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നു, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ജഡത്തിൽ, ജഡമെന്ന് പറയുമ്പോൾ ശരീരമല്ല കേട്ടോ. ജഡമെന്ന് പറയുന്നത് ആദാമ്യ പ്രകൃതമാണ്. പ്രൈസ് ദി ലോർഡ്. ആദാമ്യ വർഗത്തിൽ ആദാമിന്റെ സമയം തൊട്ട്, വീഴ്ച സംഭവിച്ച സമയം തൊട്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ജഡത്തിന്റെ അഭിലാഷങ്ങൾ, ജഡത്തിന്റെ ശക്തി. അത് യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറഞ്ഞ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്നത്, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിനെ നാം കീഴടക്കിയേ മതിയാകത്തുള്ളൂ. ഇതിനെ നാം ഓവർകം ചെയ്തേ മതിയാകത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവർ, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവർ. പൗലോസ് പറയുന്നത്, എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എല്ലാവരെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എനിക്കുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ജഡത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 2 Corinthians chapter 10 verse 3, 3-ാം വാക്യം തൊട്ട്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും. അപ്പോൾ ജഡമെന്ന് പറയുന്നത് എന്തുവാ? ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ്, സങ്കല്പങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ ഇടിച്ചു കളഞ്ഞ്, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കും. ഹല്ലേലൂയ. അപ്പൊ നോക്കണമേ, അപ്പോൾ ആർക്കാണ് ഈ അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നത്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നിങ്ങളെ നിറച്ചിരിക്കുന്ന പിതാവാ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് പൗലോസ് പറയുമ്പോൾ, ഹൂ ആർ ദി റിസിപ്പിയൻസ് ഓഫ് ദീസ് ബ്ലെസ്സിങ്സ്? ആമേൻ. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തെ ആരാധിച്ചു ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അത് ദൈനംദിന ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ സുദൃഢമായ ബന്ധം സൂക്ഷിച്ച്, വിശ്വാസത്തിൽ ദൃഢമായ ബന്ധം സൂക്ഷിച്ച്, ഉറപ്പോടെ, പ്രത്യാശയോടെ, സംതൃപ്തിയോടെ ഉള്ളത് കൊണ്ട് ജീവിക്കുവാൻ എന്നുള്ള ആഗ്രഹത്തോടുകൂടി പൗലോസ് പറഞ്ഞല്ലോ തിമോഥെയോസിനോട്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ നാം മതിയെന്ന് വിചാരിക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പുറകെ പോയി അത്യാഗ്രഹത്തോടെ, അമിതമായ ധനത്തിനു വേണ്ടി, അമിതമായ സുഖലോലുപതയ്ക്ക് വേണ്ടി ജീവിതത്തിൽ മുമ്പോട്ട് ചുവടുകൾ വെക്കുന്നവർക്ക് വേണ്ടി ഉള്ളതല്ല പ്രിയപ്പെട്ടവരെ. ഇത് ദിവ്യാഗ്രഹവും ജഡീക സുഖങ്ങളിലെ പുറകെ പോകുന്നവർക്ക് വേണ്ടി ഉള്ളതല്ല.
1 യോഹന്നാൻ 2:17 പറയുന്നത്, ജഡമോഹം, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ഇത് ലോകത്തിൽ നിന്നുള്ളതാ. ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അപ്പൊ ദൈവ ഇഷ്ടം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ദൈവത്തിന്റെ ഈ അനുഗ്രഹങ്ങൾ. ആരാ ദൈവ ഇഷ്ടം ചെയ്യുന്നത്? കർത്താവ് തന്നെ പറഞ്ഞല്ലോ, യേശു കർത്താവ് തന്നെ പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ആരുമല്ല, ഏവനുമല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന, തങ്ങളെ തന്നെ വേർതിരിച്ചിരിക്കുന്ന, തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ. പൗലോസ് പറയുന്നുണ്ടല്ലോ ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ജീവിക്കുന്ന ഞാനല്ല, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പം അങ്ങനെ വേർതിരിക്കപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ഈ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ. ഇത് അവർക്ക് വേണ്ടി അവരെ ക്രിസ്തുവിൽ ദൈവം തിരഞ്ഞെടുത്തു. അവരെ ക്രിസ്തുവിലാണ് ദൈവം എല്ലാം അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എൻ്റെ പക്കൽ എനിക്കധികം സമയമില്ല. ഇത് ഒത്തിരി വലിയ മെസ്സേജ് ആയിക്കഴിഞ്ഞാൽ ആളുകൾ ഇത് കേൾക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. പല മെസ്സേജുകളെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരുപാട് നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ച് കേട്ടിട്ട് ആളുകൾക്ക് ബോറാകും. അതുകൊണ്ട് പെട്ടെന്ന് വളരെ ചെറിയ ഒരു മെസ്സേജ് ആക്കി നിർത്തണമെന്ന് ഞാൻ താല്പര്യപ്പെടുക. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന, അപ്പോൾ എവിടെയാണ് നമുക്ക് ഈ അനുഗ്രഹം ലഭ്യമായിരിക്കുന്നത്? ഇറ്റ് ഈസ് ഓൺലി ദ സോഴ്സ് ഈസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, നാം തൻ്റെ സന്നിധിയിൽ, എവിടെ? ക്രിസ്തുവിൽ, നാം ക്രിസ്തുവിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. എന്നിട്ട് പറയുന്നു, ലോകസ്ഥാപനത്തിന് മുന്നേ അവനിൽ തിരഞ്ഞെടുത്തു. എവിടെ തിരഞ്ഞെടുത്തു? ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിൽ എന്ന പദം ധാരാളം പ്രാവശ്യം ഈ ലേഖനത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ദ റിയാലിറ്റി വിച്ച് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഈസ്, വി ഹാവ് എവരിതിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ ക്രിസ്തുവിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, ക്രിസ്തുവിലാണ് നാം വിശുദ്ധ നിഷ്കളങ്കരമാകേണ്ടത്, ക്രിസ്തുവിലാണ് നാം ജീവിക്കേണ്ടത്, ക്രിസ്തുവിലാണ് ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടത് എന്ന ബോധ്യം, ഉത്തമമായ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവിന് വെളിയിൽ നമുക്കൊന്നുമില്ല. വി ആർ നത്തിങ്, വി ആർ സീറോ, കംപ്ലീറ്റ്ലി എ ബിഗ് സീറോ ഔട്ട് ഓഫ് ക്രൈസ്റ്റ്. ആർ യു ഇൻ ജീസസ് ക്രൈസ്റ്റ്? ഞാൻ ചോദിക്കുന്ന ചോദ്യം, നാം ക്രിസ്തുവിലാണോ? നാം ക്രിസ്തുവിലാണെന്ന് ഉത്തമ ബോധ്യം ഇന്ന് എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ആരോഗ്യമുണ്ട്, ബലമുണ്ട്, രോഗസൗഖ്യമുണ്ട്, വിടുതലുണ്ട്, എല്ലാമുണ്ട്. എവിടെയാണ് ഉള്ളത്? ക്രിസ്തുവിൽ മാത്രം. കർത്താവ് പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. 16-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. 14-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിന്റെ 27-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുമരുത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പൊ എവിടെയാ സമാധാനം ഉള്ളത്? ഇൻ ക്രൈസ്റ്റ്. ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം യേശുവിൻ്റെ അടുത്തുണ്ട്. ഇനി അതിൻ്റെ തന്നെ 16:33 യേശു പറഞ്ഞു, 16:33 ഓഫ് ജോൺ 16:33 നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. എവിടെയാ സമാധാനമുള്ളത്? ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
ആരാ ലോകത്ത് ജയിച്ചത്? യേശു കർത്താവ്. യേശു കർത്താവ് ലോകത്ത് ജയിച്ചു. യേശു കർത്താവിൻ്റെ അടുത്ത് സമാധാനമുണ്ട്. യേശു കർത്താവിൻ്റെ അടുത്ത് സന്തോഷമുണ്ട്. അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിപ്പിന്നാൽ നിങ്ങൾ സന്തോഷം പൂർണ്ണമാകുമെന്നും ഇത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ സന്തോഷം കർത്താവിൻ്റെ പക്കലുണ്ട്, സമാധാനം കർത്താവിൻ്റെ പക്കലുണ്ട്, കർത്താവിൻ്റെ അടുത്ത് എല്ലാമുണ്ട്. കർത്താവിനെല്ലാം നമുക്ക് തരുവാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ക്രിസ്തുവിലായിരിക്കണം പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിലുണ്ടെങ്കിൽ നമുക്കെല്ലാം കിട്ടും. നമുക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, പ്രത്യാശയുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. നമ്മൾ ഈ സൗഖ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അടുത്ത് ഓടിപ്പോകുന്നവരാകരുത്. വിടുതലിന് വേണ്ടി, കുഞ്ഞിന് അഡ്മിഷന് വേണ്ടി ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനി അടുത്ത എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരാം അല്ല. പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടിച്ചെല്ലുന്നവർ, അങ്ങനെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഓടിപ്പോകുന്നവരല്ല ദൈവമക്കൾ. കർത്താവുമായ ഒരു വ്യക്തിപരമായ ബന്ധം ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളിലും ഓരോ നിമിഷം സൂക്ഷിക്കുന്നവരാണ് ദൈവമക്കൾ. വാട്ട് അബൌട്ട് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്? ഹൗ ആർ യു കണക്റ്റഡ് പേഴ്സണലി ടു യുവർ ലോർഡ്? നാം കർത്താവിനെ സ്വീകരിച്ചപ്പോൾ നാം അവനെ സ്വീകരിച്ചത് കർത്താവുമായിട്ടും രക്ഷിതാവുമായിട്ടുമാണ്. രക്ഷിതാവ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് പോകാറുണ്ട്. നമ്മൾ രക്ഷിക്കുന്ന ദൈവം, നമ്മെ വിടുവിക്കുന്ന ദൈവം. രോഗം വന്നാലും, ക്ഷീണം വന്നാലും, പ്രയാസം വന്നാലും, പ്രതികൂലം വന്നാലും, ആവശ്യം വന്നാലും എല്ലാം നമ്മൾ രക്ഷിക്കുന്ന ഒരു ദൈവം. ശരിയാ, നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ അവനെ സ്വീകരിച്ചത് രക്ഷിതാവായിട്ട് മാത്രമല്ല, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചത് നമ്മുടെ കർത്താവായിട്ട് കൂടിയാണ്. ദ വൺ ഹൂ ഈസ് അവർ ലോർഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരാൾ. കർത്തൃത്വം എന്ന് പറയുമ്പോൾ അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന കർത്താവില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന കർത്താവായിരിക്കണം. ഏത് തീരുമാനം എടുക്കുന്ന മുമ്പ് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം, കർത്താവിനോട് അനുവാദം ചോദിക്കണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ ചെലവാക്കുന്നത് പോലും കർത്താവിനോട് ചോദിച്ചിട്ടായിരിക്കണം. നമുക്കൊന്നുമില്ല, നമ്മുടെ എല്ലാം കർത്താവിൻ്റെ വകയാണ്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദൂത് ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത് മാത്രമേ ഉള്ളൂ. വി ആർ ഇൻ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ കർത്താവിലാണ്. കർത്താവിലാണ് നമ്മുടെ ശുശ്രൂഷ, കർത്താവിലാണ് നമ്മുടെ ബിസിനസ്, കർത്താവിലാണ് നമ്മുടെ പഠിത്തം, കർത്താവിലാണ് നമ്മുടെ കുടുംബം, കർത്താവിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, കർത്താവിലാണ് നമ്മുടെ സമസ്ത കാര്യങ്ങളും കർത്താവിലാണ്. ആമേൻ. അപ്പൊ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നമുക്ക് കർത്താവ് തന്നിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിൽ തന്നിരിക്കുന്നു. നമ്മെ തിരഞ്ഞെടുത്തത് യേശു ക്രിസ്തുവിൽ. നാം ഇനി വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് വേണ്ടിയാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതും കർത്താവില്ല. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പരിചിതമായ വാക്യമാണല്ലോ. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രിയമുള്ളവരെ, ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഉദ്ദേശം, നമ്മളിത് അറിയാഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളന്ന് ജനിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട്. നമ്മളിത് അറിയാഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളന്ന് ദൈവമക്കളായിത്തീർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട്. നമ്മളെപ്പോൾ ദൈവമക്കളായിത്തീർന്നോ അപ്പോൾ മുതലാണ് നമ്മൾ ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ തുടങ്ങുന്നത്, നമ്മളിതിൻ്റെ വാസ്തവ സ്ഥിതി ഗ്രഹിക്കാൻ തുടങ്ങുന്നത്. We start recognizing the plan of God, the eternal purpose of God, the eternal plan of God and the eternal timing of God since that particular time only. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, എൻ്റെ പ്രിയ സ്നേഹിത, എൻ്റെ പ്രിയ സഹോദരി, സഹോദര, നിങ്ങളിത് മനസ്സിലാക്ക്. നിന്നെക്കുറിച്ച് ദൈവം
ചില കാര്യങ്ങൾ വിഭാവനം ചെയ്തത് ഇന്നോ ഇന്നലെ അല്ല. ലോകമുണ്ടാകുന്നതിന് മുന്നമേ ദൈവം നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി, സമർപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഈ കൃപയിൽ കടന്നു വരാത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളെക്കുറിച്ച് ചെയ്യേണ്ടതെല്ലാം ദൈവം മുന്നമേ ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങൾക്കിത് അംഗീകരിച്ചാൽ മാത്രം മതി. നിങ്ങളതിനു വേണ്ടി ഒരു കാശും മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളതിനു വേണ്ടി ഒരു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു മോസ്കിലോ ഒന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട്, യേശുവേ, എന്നെക്കുറിച്ച് നീ മുന്നമേ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നല്ലോ, നീ മുന്നമേ എല്ലാം ലോകസ്ഥാപനത്തിന് മുന്നമേ നിന്റെ പദ്ധതി തയ്യാറാക്കി വെച്ചിരിക്കുന്നല്ലോ, നീ എന്നെക്കുറിച്ച് മുന്നറിഞ്ഞിരിക്കുന്നു, മുൻ നിയമനം നടത്തിയിരിക്കുന്നു, നീ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു കർത്താവേ. അതുകൊണ്ട് ഇതെനിക്കറിയാൻ ഞാൻ എന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ, നിന്നെ എൻ്റെ വകയാക്കി തീർക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ആ നിമിഷം ദൈവം നിങ്ങളെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുവാനിടയായിത്തീരും. അതല്ല, മറിച്ച് നിങ്ങൾ സുവിശേഷത്തെ തിരസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ കൂട്ടാക്കാത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യേശുവിനെ അംഗീകരിക്കാൻ വൈമനസ്യം കാട്ടുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിത്യദണ്ഡനവും നിത്യശിക്ഷാവിധിയുമാണെന്നുള്ള കാര്യം പറയാതെ എനിക്കിത് അവസാനിപ്പിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ആമേൻ. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. അവിടുത്തെ പുഴു ചാകുകയില്ല, അവിടുത്തെ തീ കെട്ടുപോകുകയില്ല. കെടാത്ത തീയിൽ നിത്യദണ്ഡനത്തിനായിട്ട് നിങ്ങളെ ദൈവം മാറ്റിവെച്ചിരിക്കുക. പക്ഷേ ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന വ്യക്തി, ഈ സുവിശേഷം ഇന്ന് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തിനോട് പറയുക, കർത്താവേ, ഇല്ല, എനിക്ക് ആ നിത്യദണ്ഡനത്തിന് നിത്യശിക്ഷാവിധിക്കും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങയെ ജീവിത പങ്കാളിയായി സ്വീകരിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ ഒരു സഭയിലായിരിക്കാം, നിങ്ങൾ ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിൻ്റെ ഭാഗമായിരിക്കാം, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷെ നിങ്ങൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും സ്വന്തം കർത്താവുമായി ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വകയല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തുകയാണ്, ഗ്രഹിച്ചോണം. അപ്പോൾ തന്നെ ദൈവമക്കളായി സഭയുടെ ഭാഗമായിരിക്കുന്ന, പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഒരിക്കൽ അംഗീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ക്രിസ്ത്യ ജീവിതം സമ്പുഷ്ടമാകത്തില്ല. ദൈനംദിനം യേശുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആർ യു ലിവിങ് ഇൻ എ റിലേഷൻഷിപ്പ്, ഇൻ എ പേഴ്സണൽ ഇൻറ്റിമസി വിത്ത് ഗോഡ്, personal relationship with God? If not, you better change your practices, change your lifestyle. Amen. ജീവിതചര്യയിൽ ചില തീരുമാനങ്ങൾ നമുക്കെടുത്ത് മുമ്പോട്ട് പോകാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ക്രിസ്തുവിൽ എന്നുള്ളതാണ്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം ഈ പകൽ സമയം. ഞാൻ ക്രിസ്തുവിലാണോ? യഥാർത്ഥമായി ഞാൻ ക്രിസ്തുവിലാണോ? അല്ലെങ്കിൽ ക്രിസ്തുവിലാകുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതചര്യയെ, നമ്മുടെ ദൈനംദിന ജീവിത ശൈലിയെ ഒന്ന് പരിശോധിക്കാം. ആമേൻ. 119 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ദാവീദ് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ 23, 24 വാക്യങ്ങൾ, ദൈവമേ, എന്നെ ഒരിക്കൽ കൂടെ പിന്നെയും ശോധന ചെയ്യണമേ. നീ എന്നെ ശോധന ചെയ്ത് തന്നെ അറിഞ്ഞു, എല്ലാം നിനക്കറിയാം, ശരിയാ, സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനെ അറിഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ ശരിയാകണമെന്ന് നിർബന്ധമില്ലല്ലോ. നിനക്ക് എന്നെക്കുറിച്ച് സമസ്ത വിഷയങ്ങളും അറിയാമെന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാ കർത്താവേ. ദൈവമേ, ഒരു കാര്യം കൂടെ എന്നോട് ചെയ്യണമേ. 23 വാക്യത്തിൽ താൻ പ്രാർത്ഥിക്കുക, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ കർത്താവേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി
ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ. കാരണം ദൈവം ശാശ്വതമായി നിത്യതയുടെ ദൈവമാണ്. ഹല്ലേലൂയ. നിത്യതയിൽ നമ്മെ എത്തിക്കുവാനാണ് ദൈവം ഇതെല്ലാം ചെയ്യുന്നത്. ആ നിത്യതയിൽ നാം എത്തണമെങ്കിൽ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കുവാൻ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് നൽകിയ ഈ വിശേഷപ്പെട്ട അവസരത്തെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവം നിങ്ങളേവരെയും ഈ സമയം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വചനങ്ങളാ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.